ഇന്ന് മോഹൻലാൽ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെക്കുറിച്ച് ലാലേട്ടനുമായുള്ള തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള സംവിധായകൻ. ലാലേട്ടനെ വെച്ച് മദ്രാസിലെ മോൻ, ആട്ടക്കലാശം, പത്താമതയം, അങ്ങനെ ഒരുപാട് നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള, എന്തിന് ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ശ്രീ ശശികുമാർ സാർ, അദ്ദേഹത്തെ ഞാൻ തിരുനോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യും. സാർ, സ്വാഗതം. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സംവിധായകൻ അങ്ങനെ പറയാൻ പാടില്ല, മലയാള സിനിമയല്ല, എനിക്ക് തോന്നുന്ന ലോക സിനിമ കണ്ട ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളാണ്. കാരണം അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് സിനിമ വ്യവസായത്തിൽ ഇത്രയധികം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. എനിക്ക് തോന്നുന്നത് ഗിന്നസ് റെക്കോർഡാണ്. അങ്ങനെയുള്ള സാറിൻ്റെ അവരോടൊപ്പം ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായതിൽ സത്യം പറഞ്ഞാൽ ഈശ്വരനോട് നന്ദി പറയാം. അതോടൊപ്പം തന്നെ സാറ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യത്തെ നായകൻ മുതൽ ഇന്ന് മലയാള സിനിമയിൽ നിൽക്കുന്ന നായകന്മാരായ ലാലേട്ടനും മമ്മൂക്ക, അവരെ ആ നായകന്മാരെ വരെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള വ്യക്തിയാണ് സാർ. സാറിൻ്റെ അടുത്ത് പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ഇഷ്ടത്തിനേക്കാൾ കൂടുതലായി ചില എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവാറുണ്ട്. ഓരോ വ്യക്തിയിലും എന്ത് വ്യത്യാസമാണ് ഈ ഇദ്ദേഹത്തിൽ സാർ കണ്ടത്? സാറിൻ്റെ സിനിമകളിൽ 6-7 സിനിമകളോളം ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് തന്നെ ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയിൽ വളരെ ചുറുചുറുക്കുള്ള ഒരു നായകൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് അതിനകത്ത് ആ ഒരു പാട്ട് രംഗമാണ്. എനിക്ക് നാണമാകുന്നു മേനി നോക്കുന്നു എന്നുള്ള പാട്ടും. അപ്പം അങ്ങനെയുള്ള ആ വ്യക്തിയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സിനിമയെ സംബന്ധിച്ചിടത്തോളം നടൻ സ്വതന്ത്രനല്ല. കാര്യം ഒരുപാട് ഘടകങ്ങൾക്ക് നിയന്ത്രണത്തിലാണ് ഒരു നടൻ അഭിനയിക്കാൻ, ആ രംഗത്ത് ഭംഗിയായി തീർക്കാൻ ക്യാമറയുടെ മുൻപിൽ നിൽക്കുന്നത്. ശബ്ദ ക്രമീകരണം, വെളിച്ചത്തിൻ്റെ ക്രമീകരണം, നിശ്ചയമായിട്ട് ക്യാമറയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് വരച്ചും നിർദ്ദേശിച്ചു വിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ ഉള്ള ചലനങ്ങൾ, ഇതിൻ്റെ എല്ലാ റിസ്ട്രിക്ഷനിലാണ് നടൻ ക്യാമറയെ അഭിമുഖീകരിച്ച് സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷേ നാടകത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല. കർട്ടൻ ഉയർന്നു കഴിഞ്ഞാൽ നടൻ സ്വതന്ത്രനാണ്. കർട്ടൻ താഴെ വീണ്ടും വീഴുന്നതുവരെ അദ്ദേഹത്തിന് എന്തും ഏതും സ്വതന്ത്രമായിട്ട് ചെയ്യാനെടുത്തുണ്ട്. നാടകരംഗത്തുനിന്ന് ആണ് പഴയ കാലത്ത് മിക്കവാറും എല്ലാ അഭിനേതാക്കളും സിനിമയിലെത്തിയത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ ഒരു കൊച്ചു ചിത്രത്തിലാണ് ആദ്യം ഒരു ചെറിയ വേഷത്തിൽ അഭിനയിക്കുന്നത്. മദ്രാസിലെ മോൻ ഒരു മർഡർ നടന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തിരുവല്ല കൊലക്കേസ് എന്ന് പറഞ്ഞ് നടന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതി പാകപ്പെടുത്തിയെടുത്ത ഒരു ചിത്രമാണ്. ആ ചിത്രത്തിലൂടെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാനായിട്ട് ഇല്ല. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മഞ്ഞിൽ വരഞ്ഞ പൂക്കൾ എന്നത്. അതും ഒരു വില്ലൻ്റെ ഛായയുള്ളൊരു കഥാപാത്രമായിരുന്നു. ഇത് സത്യത്തിൽ ഒരു ചലനം ഉണ്ടാക്കി ഈ നടൻ പിൽക്കാലത്ത് ഔന്നത്യങ്ങൾ എത്തുമെന്ന് ആർക്കും കണക്കുകൂട്ടുകളില്ലായിരുന്നു. ആട്ടക്കലാശം എന്ന കഥ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടിയുള്ള നടീനടന്മാരെ കാസ്റ്റ് ചെയ്തപ്പോഴേക്ക് ഞാനും കഥാകൃത്തും താല്പര്യപ്പെട്ടത് അന്ന് ഇതുപോലെ ചില്ലറ പടങ്ങളിൽ കൂടെ വരുന്ന ശ്രദ്ധേയനായ ഈ ചെറുപ്പക്കാരനെയാണ് മോഹൻലാലിനെ. ഞങ്ങൾ മോഹൻലാലിനെയാണ് ഞാനും കഥാകൃത്തും സജസ്റ്റ് ചെയ്തത്. അതേസമയത്ത് ജോയ് അന്ന് മോഹൻലാലിൻ്റെ അതേ രീതിയിൽ, അതേ പാരൽ ലെവലിൽ വളർന്നു വന്ന
മോഹൻകുട്ടിയാണ് താല്പര്യപ്പെട്ടിരുന്നത്. ഒരു പക്ഷേ അന്ന് നിർമ്മാതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനായിരിക്കും തീർച്ചയായിട്ടും കൂടുതൽ വില കൽപ്പിക്കേണ്ടത്. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും നിർബന്ധമായിട്ട് ഇതിൽ പിടിച്ചതുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് അന്ന് ഒരു സിനിമയുടെ ഭാവി പ്രവചിക്കുന്ന ഒരാളുണ്ടായിരുന്നു, കോരച്ചേട്ടൻ എന്ന് പറഞ്ഞു. ചീട്ടിട്ട് നിർമ്മാതാവ് ജോയ് പല കാര്യങ്ങളും അദ്ദേഹത്തെ പോയി കാണാറുണ്ടായിരുന്നു. സിനിമാക്കാരുടെ ഒരു ബലഹീനതയായിരുന്നു അദ്ദേഹം. അപ്പം ഞങ്ങളറിയാതെ ഇതൊന്നും നോക്കിക്കളയാൻ, എഴുത്തുകാരനും സംവിധായകനും ഒരഭിപ്രായം, നിർമ്മാതാവിന് മറ്റൊരഭിപ്രായം, അതിൻ്റെ എന്താണെന്നുള്ളത് കോരച്ചേട്ടൻ്റെ ചീട്ട് തീരുമാനിക്കട്ടെ എന്ന് ചൊല്ലി അങ്ങനെ പോയി ചീട്ടിടിച്ച്. എന്തോ ഞങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ നിശ്ചയവും കൊണ്ട് ഈ ചീട്ട് വീണത് മോഹൻലാലിലാണ്. അല്ലാതെ ഇതാരും റെക്കമെൻഡ് ചെയ്തു എന്ന കാര്യമില്ല. പക്ഷേ ആ കഥാപാത്രം, ആ ചിത്രം ഒരു വൻപിച്ച സാമ്പത്തിക വിജയവും പ്രദർശന വിജയവും നേടിയതുകൊണ്ട് ഒരു വഴിത്തിരിവായിരുന്നു.